പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 15, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാക്കാൻ ശ്രമിക്കൂ. അത് നമുക്ക് എപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ആണ്. കാരണം പുതിയ മേഖലയെക്കുറിച്ച് നമുക്ക് അറിയുന്തോറും ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്നും അതിനുവേണ്ടി തന്നെ സമയം ചെലവഴിച്ചേ പറ്റൂ. JD's കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം. ക്ലോസിംഗ് സെറമണി ഓഫ് ദി 38th നാഷണൽ ഗെയിംസ്, 38ാമത് ദേശീയ ഗെയിംസിൻ്റെ സമാപന ചടങ്ങ്. ഇന്നലെയായിരുന്നു 38ാമത്തെ നാഷണൽ ഗെയിംസ് അവസാനിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 14 സമാപിച്ച ഹൽദ്വാനിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൻ്റെ മുഖ്യാതിഥി ആരായിരുന്നു? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ആണ് അമിത്ഷാ. അദ്ദേഹമായിരുന്നു 2025 ഫെബ്രുവരി 14 അവസാനിച്ച 38ാമത്തെ നാഷണൽ ഗെയിംസ്. ഇത് നടന്നിട്ടുള്ളത് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി എന്ന സ്ഥലത്താണ്. ഇവിടെയായിരുന്നു ഇതിൻ്റെ ക്ലോസിംഗ് സെറമണി. 38ാമത് ദേശീയ ഗെയിംസിൽ കിരീടം നേടിയ ടീം ഏതാണ്? സർവീസസ് 121 മെഡൽസ് ആണ് സർവീസസ് നേടിയിട്ടുള്ളത്. 68 ഗോൾഡ് മെഡൽസ് ആണ് സർവീസസ് സ്പോർട്സ് കൺട്രോൾ ബോർഡ്. 68 ഗോൾഡ്, 26 സിൽവർ, 27 ബ്രോൺസ്, 121 എങ്കിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ള ടീം എന്ന് പറയുമ്പോൾ അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയ്ക്ക് 201 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ സ്വർണം 54. സർവീസസിന് 68 ഗോൾഡ്, മഹാരാഷ്ട്ര 54. അതേപോലെ തന്നെ സർവീസസ് 121 മെഡൽസ് ലഭിച്ചെങ്കിലും 201 മെഡൽസ് ലഭിച്ച മഹാരാഷ്ട്ര സെക്കൻഡ് പൊസിഷൻ വരാൻ കാരണം ഗോൾഡിൻ്റെ എണ്ണം കുറവായിട്ടാണ്. മൂന്നാം സ്ഥാനത്ത് ഹരിയാനയാണ്. 48 ഗോൾഡ്, 153 മെഡൽസ് ആണ് ഹരിയാനയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സ്ഥാനമാണെങ്കിൽ 14ാമത്തേതാണ്. 13 ഗോൾഡ്, 17 സിൽവർ, 24 ബ്രോൺസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ആകെ 54 മെഡൽസ് ആണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് ലെവലിൽ സർവീസസ്, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് ഹരിയാന, ഫോർത്ത് മധ്യപ്രദേശ്, 5ാമത്തേത് കർണാടക. 38ാമത് ദേശീയ ഗെയിംസിൽ 100 മീറ്ററിൽ ഏറ്റവും വേഗതയേറിയ പുരുഷൻ ആരാണ്? മണികണ്ഠ ഹോബ്ലിദർ സർവീസസ് 10.23 സെക്കൻഡ്സ്. ദേശീയ ഗെയിംസും അതുപോലെ തന്നെ ഏതൊരു ഗെയിംസ് അത്ലറ്റിക് കോമ്പറ്റീഷനിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവൻ്റ് എന്ന് പറയുമ്പോൾ അത് 100 മീറ്റേഴ്സ് റേസ് ആണ്. ദ ഫാസ്റ്റസ്റ്റ് മാൻ എന്ന് പറയുന്ന പോലെ നാഷണൽ ലെവലിൽ, അതായത് ഇന്ത്യയിൽ ദ ഫാസ്റ്റസ്റ്റ് മാൻ എന്ന് പറയുമ്പോൾ അത് മണികണ്ഠ ഹോബ്ലിദാർ ആണ്. സർവീസസിൻ്റെ ആണ്. 10.23 സെക്കൻഡ് ആണ് ഇപ്പോൾ നാഷണൽ റെക്കോർഡ്. 10.23 സെക്കൻഡ് കൊണ്ട് 100 മീറ്റേഴ്സ് ഫിനിഷ് ചെയ്തിട്ടുള്ള 38ാമത്തെ നാഷണൽ ഗെയിംസിലെ താരമെന്ന് പറയുമ്പോൾ അത് മണികണ്ഠ ഹോബ്ലിദാർ ആണ്. 38ാമത് ദേശീയ ഗെയിംസിൽ 100 മീറ്റർ ഓട്ടത്തിലെ ഏറ്റവും വേഗതയേറിയ വനിത ആരാണ്? സുദേഷ്ണ ശിവശങ്കർ, മഹാരാഷ്ട്ര. 11.76 സെക്കൻഡ്. 11.76 സെക്കൻഡ് ആണ് സുദേഷ്ണ ശിവശങ്കർ മഹാരാഷ്ട്രയുടെ. മെൻസിലാണെങ്കിൽ സർവീസസിൻ്റെ മണികണ്ഠ ഹോബ്ലിദാർ. 38ാമത്തെ നാഷണൽ ഗെയിംസ് അവസാനിച്ചു. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി എന്ന സ്ഥലത്തായിരുന്നു അതിൻ്റെ ക്ലോസിംഗ് സെറമണി നടത്തിയിട്ടുള്ളത്. യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷാ. ഏറ്റവും ടോപ്പ് ലെവലിൽ മെഡൽ നേടിയിട്ടുള്ളത് സർവീസസ് സ്പോർട്സ് കൺട്രോൾ ബോർഡ്, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് ഹരിയാന, കേരളം 14th. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്. ദി ലോഞ്ച് സെറമണി ഓഫ് ദി 8th MCA ബാർജ് LSAM-11 വാസ് ഹെൽഡ് ഓൺ 14th ഫെബ്രുവരി 2025. 8ാമത് MCA ബാർജിൻ്റെ LSAM-11 ലോഞ്ച് ചടങ്ങ് 2025 ഫെബ്രുവരി 14 നടന്നു. ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ടതും ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 14 നടന്ന 8ാമത് MCA ബാർജ് LSAM-11 അതിൻ്റെ ലോഞ്ച് ചടങ്ങ് എവിടെയായിരുന്നു? മീര ഭയാന്ദർ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ മീര ഭയാന്ദർ എന്ന തുറമുഖത്ത് വെച്ചാണ് 8ാമത്തെ MCA ബാർജ് LSAM ഇതിൻ്റെ ലോഞ്ചിങ് സെറമണി നടന്നിട്ടുള്ളത്. അതായത് ഇന്ത്യൻ നേവിക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു ബാർജ് ആണത്. മിസൈൽ പോലത്തെ ഐറ്റംസിനെ കപ്പലുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് ഈ പറയുന്ന ബാർജ്. പ്രധാനമായിട്ടും പറയുമ്പോൾ ചരക്കുകൾ എത്തിക്കുക എന്നതാണ് LSA എന്ന് പറയുന്ന ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയാം. ഇന്ത്യൻ നാവികസേനയ്ക്കായി 8ാമത്തെ MCA ബാർജ് LSAM-11 നിർമ്മിച്ച കപ്പൽ നിർമ്മാതാക്കൾ ഏതാണ്? സെക്കോൺ എഞ്ചിനീയറിംഗ് പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, വിശാഖപട്ടണം.
വിശാഖപട്ടണത്തുള്ള സെക്കോൺ എഞ്ചിനീയറിംഗ് പ്രൊജക്ട് ലിമിറ്റഡ് ആണ് ഇന്ത്യൻ നേവിക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള MCA ബാർജ് LSA ചങ്ങാടങ്ങൾ എന്ന് പറയാൻ പറ്റും. ഒരു തരത്തിൽ ഐറ്റംസ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ്. വളരെ നീളത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ ബാർജുകൾ ഇത് നിർമ്മിക്കുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് മിസൈൽസ്, അതുപോലെ തന്നെ വെയിറ്റ് ആയിട്ടുള്ള സംഭവം ഇത് കപ്പലിലേക്ക് എത്തിക്കുക എന്നതാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ലംപി സ്കിൻ ഡിസീസ് വാക്സിൻ ഡെവലപ്ഡ് ബൈ ഭാരത് ബയോടെക്. ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്ത ലംപി സ്കിൻ ഡിസീസ് വാക്സിൻ. കുറച്ച് നാൾ മുമ്പ് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുള്ള ഒന്നായിരുന്നു ലംപി സ്കിൻ ഡിസീസിനെ കുറിച്ച്. അതായത് കന്നുകാലികളിൽ വരുന്ന ഒരു അസുഖമാണ് ലംപി സ്കിൻ ഡിസീസ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കറവ കന്നുകാലികളിലും എരുമകളിലും ലംപി സ്കിൻ ഡിസീസ് ചികിത്സിക്കുന്നതിനായി അടുത്തിടെ ആരാണ് ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തത്? ഭാരത് ബയോടെക്. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഭാരത് ബയോടെക് ആണ് ലംപി സ്കിൻ ഡിസീസിന് വേണ്ടിയുള്ള വാക്സിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ കറവ കന്നുകാലികളും അതുപോലെ തന്നെ എരുമകളിലും പശുക്കളിലും വരുന്ന ഒരു തരം രോഗമാണ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ കന്നുകാലികൾ പൂർണ്ണമായിട്ട് സ്കിന്നിൽ ബാധിക്കുകയും പനി വരികയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഈ ഡിസീസ് അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലുള്ള ഒരു ഡിസീസ് ആണ്, ഒരു അസുഖമാണ്. ഇതിനെതിരെയായിട്ടുള്ള ഒരു വാക്സിൻ ആണിപ്പോൾ ഭാരത് ബയോടെക് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഭാരത് ബയോടെക് കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഭാരത് ബയോടെക്. ലംപി സ്കിൻ ഡിസീസിനുള്ള ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്ത വാക്സിൻ്റെ പേരെന്താണ്? ബയോ ലംപി വാക്സിൻ. ബയോ ലംപി വാക്സിൻ എന്ന വാക്സിൻ ആണ് ലംപി സ്കിൻ ഡിസീസിന് വേണ്ടി ഭാരത് ബയോടെക് കണ്ടുപിടിച്ചിട്ടുള്ളത്. ലംപി സ്കിൻ ഡിസീസ് ചികിത്സിക്കുന്നതിനായി ബയോ ലംപി വാക്സിൻ ഏത് അതോറിറ്റി അംഗീകരിച്ചു? സെൻട്രൽ ഡ്രഗ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഇന്ത്യയിലെ ഹയസ്റ്റ് മരുന്നുകളും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി എന്ന് പറയുമ്പോൾ അത് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണത്. ഈ ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിലെ ഓരോ മരുന്നുകൾക്കും അതിനുള്ള അപ്രൂവൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഈ ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. അതായത് DCGയുടെ അണ്ടറിൽ വരുന്ന ഒന്നാണ് ഈ ഒരു സംഘടന. മെയിൻ ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയാണ്. ലംപി സ്കിൻ ഡിസീസ് ആദ്യമായി ഏത് രാജ്യത്താണ് കണ്ടെത്തിയത്? സാംബിയ. 1929. 1929 സാംബിയയിലാണ് ആദ്യമായിട്ട് ലംപി സ്കിൻ ഡിസീസ്, അതായത് കന്നുകാലിൽ വരുന്ന ത്വക്ക് രോഗം, ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ റിപ്പോർട്ടിംഗ് നടന്നിട്ടുള്ളത് സാംബിയ എന്ന രാജ്യത്താണ്. സാംബിയ എന്ന രാജ്യം ഇത് സൗത്ത് ആഫ്രിക്കയിലെ രാജ്യമാണ്. ചെറിയ രാജ്യമായിട്ടുള്ള സാംബിയ ഇതിൻ്റെ തുടക്കത്തിലെ, അതായത് ബ്രിട്ടീഷ് കോളനിയായിരുന്ന സമയത്തുള്ള പേരായിരുന്നു നോർത്തേൺ റൊഡീഷ്യ. നോർത്തേൺ റൊഡീഷ്യ എന്നറിയപ്പെട്ടിരുന്ന, എന്നാൽ ഇപ്പോൾ അറിയപ്പെടുന്ന സാംബിയ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ലൊസാക്ക. ആ രാജ്യത്തിൻ്റെ കറൻസിയാണ് സാംബിയൻ ക്വാച്ച. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്. സദേൺ സൗത്ത് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. ഇതിൻ്റെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ കോങ്കോ, ടാൻസാനിയ, മലാവി, മൊസാംബിക്, സിംബാബ്വെ, ബോട്സ്വാന, നമീബിയ എന്നീ രാജ്യങ്ങൾ ആണ് ഇതിൻ്റെ അയൽ രാജ്യങ്ങൾ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 5 days IIAS DARPG ഇന്ത്യ കോൺഫറൻസ് 2025 കൺക്ലൂഡ്സ്. 5 ദിവസത്തെ IIAS DARPG ഇന്ത്യ കോൺഫറൻസ് 2025 സമാപിച്ചു. 5 ഡേയ്സിൻ്റെ ഒരു കോൺഫറൻസ് ആയിരുന്നത്, ഒരു ഇൻ്റർനാഷണൽ ലെവലിലൊരു കോൺഫറൻസ് ആയിരുന്നു IIAS DARPG എന്ന് പറയുന്ന ഈ കോൺഫറൻസ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 IIAS DARPG ഇന്ത്യ കോൺഫറൻസിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 58 രാജ്യങ്ങളിൽ നിന്നുള്ള 750-ലധികം പ്രതിനിധികൾ. 750 ഡെലിഗേറ്റ്സ് ആണ് 58 കൺട്രീസിന് IIAS DARPG എന്ന് പറയുന്ന ഇന്ത്യ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്താണ് IIASന്റെ ഫുൾ ഫോം? ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ്. DARPGയുടെ ഫുൾ ഫോം ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്. 2025 ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ വാർഷിക സമ്മേളനം ഏത് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് സംയുക്തമായിട്ടാണ് ഇന്ത്യയിൽ
IIAS-DARPG ഇന്ത്യ കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത് 58 രാജ്യങ്ങളിൽ നിന്നുള്ള 750 ഡെലിഗേറ്റ്സ് പങ്കെടുത്തിട്ടുള്ള ഒരു 5 ഡേയ്സിൻ്റെ കോൺഫറൻസ് ആയിരുന്നു നടന്നിട്ടുള്ളത്. ഇത് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. IIAS-DARPG ഇന്ത്യ സമ്മേളനം 2025 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഈ ഒരു കോൺഫറൻസ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 2025 ഫെബ്രുവരി 10 മുതൽ ഫെബ്രുവരി 14 വരെ IIAS-DARPG ഇന്ത്യ സമ്മേളനം 2025 എവിടെയാണ് സംഘടിപ്പിച്ചത്? ന്യൂഡൽഹി. ഫെബ്രുവരി 10 മുതൽ ആരംഭിച്ചിട്ടുള്ള ഫെബ്രുവരി 14, അതായത് ഇന്നലെ അവസാനിച്ചിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ് IIAS, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസ് ആയിട്ടുള്ള ഇന്ത്യ കോൺഫറൻസ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് സാബ് ആൻഡ് HAL ജോയിൻ ഫോഴ്സസ് ഫോർ അഡ്വാൻസ്ഡ് ലേസർ വാർണിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അഡ്വാൻസ്ഡ് ലേസർ വാർണിംഗ് സിസ്റ്റത്തിനായി സാബും HALഉം ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഡിഫൻസ് ആയി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഒരു പുതിയ ഒരു രാജ്യമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് സാബ് ആൻഡ് HALന്റെ ജോയിന്റ് ഫോഴ്സ് ഫോർ അഡ്വാൻസ്ഡ് ലേസർ വാർണിംഗ് സിസ്റ്റത്തിനുള്ള എഗ്രിമെന്റ്. നമുക്ക് കറണ്ട് ഫോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലേസർ ഗൈഡഡ് ഭീഷണികൾ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകുന്നതിനും യുദ്ധവാഹന സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനുമായി ഏത് രാജ്യമാണ് LWS-310 വികസിപ്പിച്ചെടുത്തത്? സ്വീഡിഷ് പ്രതിരോധ കമ്പനിയായ സാബ്. സ്വീഡിഷ് ഡിഫൻസ് കമ്പനി സാബ് ആണ്. അതായത് ലേസർ തരത്തിലുള്ള ആ ഒരു ഭീഷണി അതിന് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി അതുപോലെ തന്നെ കോമ്പാറ്റ് വെഹിക്കിളിന് പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് ലേസർ വാർണിംഗ് സിസ്റ്റം ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പേരാണ് LWS-310. ലേസർ ഉപയോഗിച്ച് വാഹനങ്ങൾ തകർക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അത്യാധുനികമായിട്ടുള്ള ലേസർ ഉപകരണങ്ങൾ ഇതിന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിറ്റക്റ്റിംഗ് ആൻഡ് വാർണിംഗ് സിസ്റ്റമാണ് LWS-310. ഏത് രാജ്യത്തിൻ്റെ പിന്തുണയോടെയാണ് ഇന്ത്യ ഇലക്ട്രോണിക് വാർഫെയർ ലേസർ മുന്നറിയിപ്പ് സിസ്റ്റം 310 ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്? സ്വീഡിഷ് ഡിഫൻസ് ഫേം സാബ്. HAL ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ്, ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതായത് സ്വീഡിഷ് ഡിഫൻസ് കമ്പനി ആയിട്ടുള്ള സാബും ഇന്ത്യയിലെ HAL ആയിട്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അത് നടന്നിട്ടുള്ളത് ഇലക്ട്രോണിക് വാർഫെയർ ലേസർ വാർണിംഗ് സിസ്റ്റം 310 ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ഏത് തീയതിയിലാണ് സാബും HALഉം ഇലക്ട്രോണിക് വാർഫെയർ ലേസർ മുന്നറിയിപ്പ് സിസ്റ്റം 310 ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? 2025 ഫെബ്രുവരി 13. എയ്റോ ഇന്ത്യ ഷോ ഈ കഴിഞ്ഞ ദിവസം സമാപിച്ചു. ഫെബ്രുവരി 14 സമാപിച്ച എയ്റോ ഇന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ ഒന്നാണ് സ്വീഡിഷ് ഡിഫൻസ് ഫേം സാബ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ ലേസർ വാർണിംഗ് സിസ്റ്റം അതിനുവേണ്ടിയുള്ള എഗ്രിമെന്റ് നടന്നിട്ടുള്ളത് ഫെബ്രുവരി 13. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ആരാണ്? ഡോക്ടർ DK സുനിൽ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്നിപ്പോൾ തേജാസ് അതുപോലെ തന്നെ ഡിഫൻസ് ആയി ബന്ധപ്പെട്ട നിരവധി ഐറ്റംസ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് HAL. HALന്റെ ഇപ്പോഴത്തെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഡോക്ടർ DK സുനിൽ. ഇന്നത്തെ കറണ്ട് പോസ്റ്റിലെ ലാസ്റ്റ് ഹെഡിംഗ് ദി പഞ്ചായത്ത് ഡെവല്യൂഷൻ ഇൻഡെക്സ് റിപ്പോർട്ട് റിലീസ്ഡ്. പഞ്ചായത്ത് വികേന്ദ്രീകരണ സൂചിക റിപ്പോർട്ട് പുറത്തിറക്കി. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 13 പുറത്തിറക്കിയ പഞ്ചായത്തുകളിലെ ഫണ്ടിന്റെ വിഹിത സൂചിക റിപ്പോർട്ടിൽ ഏത് സംസ്ഥാനമാണ് ഒന്നാമത്? കർണാടക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ഫെബ്രുവരി 13 പുറത്തിറക്കിയിട്ടുള്ള പഞ്ചായത്തുകളിലേക്കുള്ള ഫണ്ടിന്റെ വിഹിത സൂചിക റിപ്പോർട്ടിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് കർണാടകയാണ്. അതായത് കൃത്യമായിട്ട് പഞ്ചായത്തുകളിലേക്കുള്ള ഫണ്ട് കൃത്യമായിട്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കർണാടക. പഞ്ചായത്തുകളിലെ ഫണ്ടിന്റെ വിഹിത സൂചിക റിപ്പോർട്ടിൽ 2ഉം 3ഉം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കേരളവും തമിഴ്നാടും. ഇന്നിപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ, അതായത് ഡിവല്യൂഷൻ ഓഫ് ഫണ്ടിൽ, ആ പഞ്ചായത്തിന്റെ ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ കർണാടകയാണെങ്കിൽ 2ാം സ്ഥാനത്ത് കേരളം, 3ാം സ്ഥാനത്ത് തമിഴ്നാട് ആണ്. 2025 ഫെബ്രുവരി 13 പഞ്ചായത്തുകളിലേക്കുള്ള ഫണ്ടിന്റെ വിഹിത സൂചിക റിപ്പോർട്ട് ആരാണ് പുറത്തിറക്കിയത്? പഞ്ചായത്ത് രാജ് സഹമന്ത്രി SP സിംഗ് ബഘേൽ. പഞ്ചായത്ത് രാജിന്റെ ഇപ്പോഴത്തെ സഹമന്ത്രിയാണ് SP സിംഗ് ബഘേൽ. അദ്ദേഹമാണ് പഞ്ചായത്ത് ഇൻഡെക്സ് റിപ്പോർട്ട്
ഈ കഴിഞ്ഞ ഫെബ്രുവരി 13 പുറത്തിറക്കിയിട്ടുള്ളത്. പഞ്ചായത്തുകളിലേക്കുള്ള ഫണ്ടിന്റെ വിഹിത സൂചികയിൽ UPയുടെ റാങ്ക് എത്രയാണ്? 5ാം സ്ഥാനം. പഞ്ചായത്ത് രാജിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് കർണാടകയാണെങ്കിൽ 2ാം സ്ഥാനത്ത് കേരളവും 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്, 5ാം സ്ഥാനത്താണ് ഉത്തർപ്രദേശ്. 23 കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ് ആണെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.